ഇനി എന്താണ് നമ്മൾ അടുത്തത് സംസാരിക്കാൻ പോകുന്നത്? ഇനി അടുത്തായിട്ട് പറയാനുള്ളത് നമ്മളൊരു CRT-D എന്ന് പറഞ്ഞ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഒരു ഡിവൈസിനെ കുറിച്ചാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് രീതിയിലുള്ള അസുഖമാണ്? അത് ഞാൻ പറയാം. പല ആളുകൾക്ക് പല രീതിയിൽ ഹാർട്ടിന് അസുഖമുള്ള ആളുകളുണ്ടാവും, ചില പ്രത്യേക പല കണ്ടീഷൻസ് ഉള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ ചില സമയത്ത് ഹാർട്ട് പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഹാർട്ട് നിന്ന് പോയിട്ട് മരണം വരെ സംഭവിക്കാവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ. അതന്നെ കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ ഇത്തരം ചില ആളുകൾക്കൊക്കെ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവുക, പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ നമ്മൾ ഡീഫിബ്രിലേഷൻ എന്ന് പറയുന്ന മെഷീൻ കൊണ്ട് ഷോക്ക് ചെയ്യേണ്ട സിനിമയിലൊക്കെ കാണും, സിനിമയിൽ അതെ സിനിമയിൽ വന്നിട്ട് കാണുന്നത് പോലെ. അതെ, ഇതാണ് നമ്മൾ കാണുന്നത് എപ്പോഴും. ഒരർത്ഥത്തിൽ അതൊരു നല്ല ഷോക്കാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അത് അത്തരം ഷോക്ക് ചെയ്തിട്ടാണ് പേഷ്യൻറ്റിനെ വീണ്ടും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് പല ആളുകൾക്കും ഒരു റിപ്പീറ്റഡ് സ്റ്റോറി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്നു, ഷോക്ക് ചെയ്യേണ്ടി വരുന്നു, ഇങ്ങനത്തെ ഒരു സാഹചര്യം വരും. അപ്പോൾ അത്തരം ആളുകൾക്കാണ് ഈ ലേറ്റസ്റ്റ് ടെക്നോളജി വന്നിട്ടുള്ളത്. ഇതൊരു ചെറിയ, അപ്പോൾ ആ മെഷീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ചെറിയൊരു മെഷീനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെഷീനെ ഇത്തരം ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ള ആളുകൾക്ക് നമ്മൾ ഇത്തരം മെഷീനെ സജസ്റ്റ് ചെയ്യും. അവർ ഇതിന് നേരത്തെ പേസ് മേക്കർ പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ സ്കിന്നിന്റെ താഴെ അത് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മെഷീന് അവരുടെ ഹാർട്ടിന്റെ റിതവും ഹാർട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇത് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അവർക്ക് അവരെ ഹാർട്ടിനെ കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഹൃദയം നിന്ന് പോകാനുള്ളൊരവസ്ഥ ഇല്ല. അപ്പോൾ അവർക്ക് പേഷ്യന്റിന്റെ ഹാർട്ട് നിന്നാൽ നമ്മൾ ഈ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഷോക്ക് കൊടുക്കണ്ട, ഈ മെഷീൻ ചെയ്തുകൊണ്ടിരിക്കും, ഷോക്ക് കൊടുത്ത ആളെ രക്ഷപ്പെടും. അതാണ്. അപ്പോൾ ആ മെഷീൻ ചെയ്യുന്ന അതേ വർക്ക് തന്നെയാണ് ഈ മെഷീനും ചെയ്യുന്നത്. പെട്ടെന്ന് ആളുകളെ ലൈഫ് സേവ് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, മെഷീൻ തന്നെ അനലൈസ് ചെയ്യുന്നു, പെട്ടെന്ന് ഷോക്ക് ചെയ്യുന്നു, ആളുകൾ ബാക്ക് ടു നോർമൽ ലൈഫ് വരുന്നു. പക്ഷെ ആ മെഷീൻ ഇല്ലാത്ത വേറെ ചില ഗുണങ്ങളും കൂടി ഈ മെഷീനുണ്ട്. ചില ആളുകൾ ഈ പമ്പിങ് കുറയുന്ന അസുഖങ്ങളുണ്ട്, എന്ന് വെച്ചാൽ ഹാർട്ട് പമ്പിങ് കുറഞ്ഞ് വീക്കായിട്ട് ആളുകൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്, പമ്പിങ് ഒരു 30-35% താഴെ പമ്പിങ് ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അത്തരം സിറ്റുവേഷനിൽ ഈ CRT-D എന്ന് പറഞ്ഞ മെഷീൻ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പതുക്കെ ഇവരുടെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ഹാർട്ടിന്റെ സ്ട്രക്ചറിൽ അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. അത് ആ ഒരു ഫംഗ്ഷനും കൂടി ഈ മെഷീനുണ്ട്, അതിനില്ലാത്ത അതും കൂടിയുണ്ട്. അപ്പോൾ പതുക്കെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഈ ഷോക്ക് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും ഈ ഒരു പമ്പിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി ഈ മെഷീനുണ്ട്. അതാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ തൊലിൻ്റെ താഴെ വെച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്നും 3 വയേഴ്സ് കാണാൻ പറ്റും. ഹാർട്ടിൻ്റെ 3 അറകളിലേക്കായിട്ടാണ് ഈ 3 വയേഴ്സ് ഉള്ളത്. അതിലൊന്ന് ഈ ഷോക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ കാണുന്നത്. ബാക്കി 2 വയേഴ്സ് ഹാർട്ടിന്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരണമെങ്കിൽ ഹാർട്ടിന്റെ 2 ഭിത്തികളും ഒരുമിച്ച് വരണം. ഈ പമ്പിങ് കുറവുള്ള ആൾക്കാർക്ക് പലപ്പോഴും എന്തുണ്ടാവും വെച്ചാൽ ഒരു ഭിത്തി വർക്ക് ചെയ്യുമ്പോൾ മറ്റേ ഭിത്തി അങ്ങോട്ട് പോകും, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇങ്ങോട്ടും പോകും, മനസ്സിലായില്ലേ? അപ്പോൾ ഏകദേശം ഒരു ബലൂണിൽ വെള്ളം നിറച്ച് തൂക്കിയിട്ടും വിചാരിക്കാം. എന്നിട്ട് ഇവിടുന്ന് അമർത്തുമ്പോൾ ഇവിടുന്ന് വിട്ടു, ഇവിടുന്ന് അമർത്തുമ്പോൾ ഇവിടുന്ന് വിട്ടു, വെള്ളം പുറത്തേക്ക് വരില്ല. വെള്ളം പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഇത് രണ്ടും കൂടി ഒരുമിച്ചാൽ വരണം, അല്ലേ? അപ്പോൾ ഈ പേസ് മേക്കർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഭിത്തി അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുന്ന സമയത്ത് 2ലേക്കും ഒരേ സമയം കറണ്ട് കൊടുത്തിട്ട് 2 ഒരേ സമയം കംപ്രസ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? എത്ര പവർ ആണെങ്കിലും ആ പവർ ഒരുമിച്ച് കിട്ടുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരും. അപ്പോൾ അവരെ പമ്പിങ് കൂടും. ഈ ഷോക്ക് അടിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നെങ്ങാനും ഹാർട്ട് സ്റ്റക്കായിട്ട് ആൾ മരണപ്പെടേണ്ട സിറ്റുവേഷനിൽ ആളെ ഷോക്ക് അടിപ്പിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഒരൊറ്റ മെഷീൻ്റെ ഉള്ളിൽ 2 ഫംഗ്ഷൻ നടക്കും.